ഞാൻ BJP വൈസ് പ്രസിഡൻ്റാണ് പാർട്ടിയുടെ. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ത്രോ മൈ വെയിറ്റ് ആസ് എ പാർട്ടി മെമ്പർ ആൻഡ് ഓൾസോ. ഐ വിൽ വാക്ക് ലൈക്ക് മേജർ രവി, വിച്ച് ഐ മെയ്ഡ് ഇറ്റ്. എൻ്റെതായിട്ടുള്ള കർമ്മം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേരുണ്ട്. അതെൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടുള്ളതല്ല. നല്ല ന്യൂസിലാണ് മോളെ. ഞാൻ പറയട്ടെ അമ്മു, എന്നെ തോക്ക് വെച്ചിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ പേടിച്ചിട്ടില്ല. എന്നിട്ടാണ് ഈ സൈബർ അറ്റാക്ക്. ഒരു പ്രശ്നമില്ല, നിങ്ങൾ അറ്റാക്ക് ചെയ്യും. ഇൻകം ടാക്സ് കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്, GST കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ആർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം. അപ്പം ഞാൻ ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു പെൺകുട്ടി ഒരാളെയും വീട്ടിൽ കയറിയിട്ട് അവരുടെ വീട്ടിൽ കയറി ഏതെങ്കിലും അമ്മ പെങ്ങന്മാരെ കയറി പിടിച്ച് അതൊന്നും ചെയ്തിട്ടില്ല. മേജർ രവി, ഐ വോണ്ട് ടു ലീവ് ആസ് എ മേജർ രവി. പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം എടുത്തു പറയും, ഇപ്പൊ ചൊറിയുന്ന ഒരു ടൈപ്പ് ആളുകൾക്ക് സോറി അങ്ങനെ പറയുന്ന മീൻസ് ഞാൻ പറഞ്ഞതിനായിട്ട് ഇവർക്ക് എത്ര പേർക്ക് അറിയാന്ന് അറിയില്ല. രാജീവ് ഗാന്ധി അസാസിനേഷന്റെ സസ്പെക്ട്സിനെ ഫൈൻഡ് ചെയ്യാനുണ്ടായിരുന്ന ഓപ്പറേഷൻ വൺ നൈറ്റ് ജാക്കിന്റെ ഹെഡ് സാറായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ സാറിന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ ഇന്നൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ അറിഞ്ഞിരുന്നേനെ ഞാൻ ആരാ ശരിക്കും എന്നുള്ളത്? അതായത് എന്നെ അറിയപ്പെടുന്നത് മലയാള സിനിമയുടെ മേജർ രവി എന്നാണ്, അതിനപ്പുറത്തേക്ക് ഞാൻ ആരായിരുന്നു എന്ന് വ്യക്തമായിട്ട്. ഞാനിത് അതാണ് ഞാൻ ഒരിക്കലും സെൽഫ് ബൂസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ അന്ന് എനിക്ക് ഈ LTTയുടെ പ്രശ്നം കഴിഞ്ഞിട്ട് LTTക്കാരുടെ ത്രെട്ട് ഉണ്ടായിരുന്നു 91. എന്നിട്ടത് എൻ്റെ മിലിറ്ററിയിൽ ഞാൻ എൻ്റെ കമാൻഡിങ് ഓഫീസർക്ക് കൊടുത്തു. സാർ ഇതിങ്ങനെ ഒരു ലെറ്റർ ടൈഗറും ഇതൊക്കെ ആയിട്ടുള്ള കൊല പണിയിട്ടുണ്ടാകുന്നു എപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈഗറിൻ്റെ സ്റ്റാമ്പ് അടിച്ചിട്ടുള്ള LTT ലെറ്റർ ഉണ്ടായിരുന്നു ശിവരാസന ഓപ്പറേഷൻ കഴിഞ്ഞ്. ഞാൻ ആരോടെങ്കിലും എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് തുപ്പും അല്ലെങ്കിൽ ഞാനൊന്ന് നോക്കിയെന്ന് പറയുമ്പോഴേ കരിങ്കൊടി കാണിക്കുമ്പോഴത്തേക്കും 56 വണ്ടിയും 36 ആംബുലൻസും കൊണ്ട് നടക്കുന്ന പ്രൊട്ടക്ഷൻ എനിക്ക് വേണ്ട. കാരണം എന്താ അറിയാമോ, ഞാൻ ജീവിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതുമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മരണം എന്നുള്ളത് നിങ്ങൾ ആർക്കും തടുക്കാൻ പറ്റില്ല. ആ വയനാട്ടിലുള്ള ആരെങ്കിലും വിചാരിച്ചു അന്ന് രാത്രി ആയിരിക്കും എൻ്റെ ലാസ്റ്റ് ലൈഫ് എന്നുള്ളത്? പിന്നെ നിങ്ങൾ ആരിൽ നിന്നാണ് ഈ പ്രൊട്ടക്ഷൻ കൊണ്ട് നടക്കുന്നത്? എന്തിന്? നിങ്ങൾക്ക് മരിക്കേണ്ട സമയത്ത് മാത്രമേ നിങ്ങൾ മരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ട്രംപിനെ വെടിവെച്ചു, ഇവിടെ കൊണ്ടത് ഒരു ശകലം ഇവിടെ വന്ന് മതിയായിരുന്നല്ലോ, ബ്രെയിൻ പോലെ സമയമായിട്ടില്ല അങ്ങേർക്ക്. അത് വിശ്വസിക്കുമോ? അങ്ങനെ വിശ്വസിക്കുന്ന ആളുടെ അടുത്ത് തോക്ക് കണ്ടാലും പേടിയില്ല. പിന്നെ നിങ്ങൾ എന്ത് അറ്റാക്ക്, തോക്കിൻ്റെ അറ്റാക്കിന് പേടിയില്ലെങ്കിൽ നിങ്ങൾ ഈ സൈബർ അറ്റാക്ക് വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പുറമേ വിളിച്ച് പറയുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ റീച്ച് കൂട്ടുക. ഇതേ സംഭവം നിങ്ങൾക്ക് തരുന്ന ഇൻ്റർവ്യൂ ഇപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ എന്താ തുടങ്ങാത്തത്? ഇനി അതിൻ്റെ പേരിൽ ഇനി എനിക്ക് യൂട്യൂബിൽ പൈസ വന്നു എന്നുള്ളതും പറയണ്ട. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ തരുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് പോയിക്കും. സോ ഐ എം വെരി പ്രാക്ടിക്കൽ ഇൻ ലൈഫ്. ഞാൻ മെറ്റീരിയലിസ്റ്റിക് അല്ല. എനിക്ക് അധികാരമുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ബോർഡ് വെച്ചുകൊണ്ട് നടക്കില്ല. ഇവിടെ കാണാം, ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നീല ബോർഡും ചുവന്ന ബോർഡും വെച്ചുകൊണ്ട് കള്ളുഷാപ്പിൻ്റെ മുമ്പിലും കാണാം ആ വണ്ടി, വേറെ എവിടെയെങ്കിലും കാണാം. എന്തിനാണത്? ബിക്കോസ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഓഫ് വാട്ട് യു ആർ. എനിക്കറിയാം ഞാൻ മേജർ രവി എന്താണ്, ഞാൻ ഒറ്റയ്ക്ക് നടക്കും. എന്നെ തല്ലാനോ കൊല്ലാനോ ആൾക്കാരുണ്ടെങ്കിൽ വാ, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ എന്നെ കൊണ്ടുപോയിരിക്കും, ചിലപ്പോൾ ഞാൻ അവനെ കൊണ്ടുപോയിരിക്കും. രണ്ടിലേതെങ്കിലും ഒന്നും ഉണ്ടാവില്ലേ? അപ്പം അതുകൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ എനിക്ക് യാതൊരു ഭയമില്ല. അപ്പം ആ ആളോടാണ് നിങ്ങൾ ഈ സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്. പറയില്ല, അതിങ്ങനെ കിടക്കട്ടെ അവിടെ. സസ്പെൻസ് ആയിട്ട് ലൈസൻസ് ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, അതെല്ലാം ഉണ്ട്. ഇതൊക്കെ അത് ആർമിയിൽ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിലൊക്കെ സാധനമൊക്കെ ഉണ്ടായിരിക്കും. അത് ഉണ്ടാവില്ല, ഞാനത് കൊണ്ടു നടക്കുന്നതോ ഒന്നും അങ്ങനെ ഈ ഷോ ഓഫ് അല്ലെങ്കിൽ പേടിപ്പിക്കാൻ അതിൻ്റെ ആവശ്യമില്ല മക്കളെ. നിങ്ങൾക്ക് അതല്ലേ ഞാൻ പറയുന്നത്, നിങ്ങളെ കൊല്ലണമെന്നുള്ളതിന് എപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ സമയം ആയിക്കഴിഞ്ഞാൽ പോകും. ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഞരമ്പ് പറഞ്ഞാൽ മതി, യു ആർ ഫിനിഷ്ഡ്. അപ്പോൾ ഇതൊക്കെ അതന്നെ പറയാം, ഇറ്റ് ഗോസ് ടു യു ടു, ആർക്കും ആവാത്. അതുകൊണ്ട് മരണത്തിനെ ഭയക്കല്ലേ. അതല്ലേ ഞാൻ പറഞ്ഞു, 3 സ്റ്റെൻഡ് ഇട്ടിട്ട് ഞാൻ ഈ മലയൊക്കെ കയറിയിട്ട് വയനാട് പോയെങ്കിൽ അപ്പോൾ കിതച്ചപ്പോൾ എല്ലാവരും അണ്ണൻ സ്റ്റെൻഡ് ഇട്ടിട്ട് മിണ്ടല്ലോ 1 ശ്വാസം എടുക്കട്ടെ, അത്രയേ ഉള്ളൂ. പോകേണ്ട സമയത്ത് ഞാൻ പോകും. ഇനിയിപ്പോൾ 2 സ്റ്റെൻഡ് കൂടെ ബാക്കിയുണ്ട്. 5 എണ്ണമായിരുന്നു ബ്ലോക്ക്. അപ്പോൾ ഞാനൊരു ഡിസ്കൗണ്ടിൽ കിട്ടുമെങ്കിൽ ഞാൻ ഇടും, അല്ലെങ്കിൽ വല്ലവരും ഡൊണേഷൻ തരാണെങ്കിൽ ഞാൻ ഇട്ട് തരും, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സാറിന്റെ ഈ പല ഇന്റർവ്യൂസ് ആണെങ്കിലും പത്രസമ്മേളനം ആയിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ, എനിക്ക് സാറിന്റെ ഒരു ഫയർ ഉണ്ടല്ലോ, ഒരു ജെനുവിനിറ്റി ഉണ്ട് സാർ ഓരോന്ന് പറയുമ്പോഴും ഓരോരോ കാര്യങ്ങളിൽ അത് തോന്നും. ഇതെല്ലാം എപ്പോഴെങ്കിലും തിരിച്ചടിയായി സാർ പറയണം എനിക്കൊരു പേടിയില്ല എന്ന് പറയാനും സാറിന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഞാൻ ഇത്രമാത്രം ഫയറും ജെനുവിനിറ്റി ഒക്കെ കാണിച്ച് നടക്കുമ്പോൾ എനിക്കത് ബാക്ക് സ്റ്റാബ് ആവുന്നുണ്ട് എന്നുള്ളത്? See, that is what I'm saying.
ഐ ഡോണ്ട് കം ടു യു. ഞാൻ അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്നേവരെ ഒരുത്തൻ്റെ മുന്നിൽ തന്നെ വിളിക്കേണ്ട ആവശ്യമില്ല സാറേ. അല്ലെങ്കിൽ അവൻ വന്ന് വാതിക്കൽ നോക്ക് ചെയ്യുമ്പോൾ വാതിൽ തുറക്കാതിരിക്കാം. കടം വായിച്ചിട്ടുണ്ടെങ്കിൽ വാതിൽക്കൽ നോക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് പേടിയുണ്ടാവും. നമ്മൾ സുഖമായിട്ട് കിടന്നു. പലപ്പോഴും എൻ്റെ വാതിലൊക്കെ തുറന്നു തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ട്. എൻ്റെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ എപ്പോഴും തുറന്നു കിടക്കുന്നു, ബോൾട്ട് ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ബാക്ക് ഫയർ ആണ്. യെസ്, എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ഞാൻ മാപ്പ് ചെയ്യും. കാരണം അബദ്ധം പറ്റാം, അല്ലാതെ സ്വബുദ്ധിയ ഞാൻ ഇന്നവരെ വരെ അബദ്ധം ചെയ്തിട്ടില്ല. ആരെയും വേദനിപ്പിക്കും. ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ പലരും തെറി വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ അപ്പം തന്നെ അവരെ കെട്ടിപ്പിടിക്കും. കാരണം ഈ തെറി എന്ന് പറയുന്നത് അത് ഞാൻ തെറിയിട്ട് കണക്കാക്കില്ല. ഒരു സ്പിരിറ്റിലായ യുമാമു എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് പോകുമ്പോൾ പട്ടാളത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരു സ്പിരിറ്റാണ്. എൻ്റെ അടുത്ത് നടൻ സിദ്ദിഖ് പറഞ്ഞിട്ടുള്ളത് മേജറിൻ്റെ സ്റ്റൈൽ മാറ്റരുത് കേട്ടോ, ഇതാണ് ആ സ്പിരിറ്റ് ലൊക്കേഷനിൽ. കാർഗിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പറഞ്ഞാണ് സിദ്ദിഖ്. ഇന്നും സിദ്ദിഖ് അത് കേൾക്കുന്നെനിക്ക് ഓർക്കുണ്ടാകും. മേജർ സ്റ്റൈൽ മാറ്റരുത് കേട്ടോ. കാരണം ഞാനൊരു ദിവസം സൈലൻ്റായി. അപ്പോൾ ഇവിടെ ഒരു ഉറങ്ങിക്കിടക്കുന്ന യുദ്ധഭൂമിയായി പോയി. നിങ്ങളങ്ങനെ ഫയറിൽ നിൽക്കുന്നത് അതാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ശീലമാണ്. പക്ഷെ ഇന്ന് ബാക്ക് ഫയർ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓപ്പണായിട്ട്. നമ്മൾ ഈ ഓപ്പണായിട്ട് പറയുന്നത് നമ്മുടെ മനസ്സിലൊന്നും ഒളിച്ചു വയ്ക്കുക. ഏത് ഇൻ്റർവ്യൂവിനും ചിലർ പറയും സാർ എന്നെ എടുത്ത് മടക്കി വയ്ക്കും, നിങ്ങൾ എന്ത് വേണമെന്ന് ചോദിച്ചോളൂ. എനിക്ക് വിളിക്കാനൊന്നുമില്ല. ഞാൻ പഠിപ്പിക്കുന്ന കുറേ കുട്ടികളുണ്ട്. എൻ്റെ മേജർ റിവീസ് അക്കാഡമിയുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവരെ ഞാൻ പഠിപ്പിക്കുന്ന വാല്യൂസ് ഉണ്ട്. അത് ഇതൊക്കെ തന്നെയാണ്. നുണ പറയരുത്. ഞാൻ തെറ്റ് ചെയ്താൽ പോയിട്ട് പറയൂ ഞാൻ തെറ്റ് ചെയ്തു. അതോടെ നിങ്ങൾ തെറ്റ് മാറിയിട്ട് നിങ്ങൾ കറക്റ്റായി. ഇങ്ങനെയുള്ള വാല്യൂസൊക്കെയാണ് ഞാൻ എൻ്റെ അക്കാഡമിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ബാക്കി ട്രെയിനിങ് ഒക്കെ വേറെ, മിലിറ്ററി ട്രെയിനിങ്. സാറ് ആദ്യം പറഞ്ഞ മാതിരി 2006 കീർത്തി ചക്ര വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും ഇങ്ങനെയൊക്കെയാണ് സമയം, ഇതിൻ്റെ ഡെപ്ത് ഒക്കെ തോന്നുന്നത്. ഇപ്പം എനിക്കിപ്പോഴും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു കശ്മീരീസ് കയറുന്നത് തന്നെ. ശരിക്കും നമ്മൾ സിനിമയുടെക്കാളും കൂടുതലാണോ നിങ്ങൾ കാണിച്ചതിലും കൂടുതൽ ആഴത്തിലാണോ കാര്യങ്ങൾ സംഭവിക്കാറ്? ടെററിസ്റ്റ് അറ്റാക്ക് വരുമ്പോഴും അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ 3 കുട്ടികളെ, റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികളെ. അവരുടെ കഴുത്തിൻ്റെ ഇവിടെ നമ്മൾ കാണുമ്പോൾ അവർ ദുപ്പട്ടിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ ഒന്നിങ്ങനെ മാറ്റിയപ്പം നമ്മൾ ഒന്ന് നോക്കും. എന്നിട്ട് ഞാൻ ദുപ്പട്ട എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അവരൊന്നും അവരെന്നെങ്ങനെ നോക്കുകയാണ് ചിരിച്ചുകൊണ്ട് കണ്ണു നിറഞ്ഞിട്ട്. കാരണം എന്താ പറയുക, അതിനകത്ത് അവർ ആ നോട്ടത്തിൽ തറിയാം എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ വിചാരിച്ചാണ് അവനെ കൊല്ലണമെന്ന്. പക്ഷെ നിങ്ങൾ കൊന്നിട്ട് ഇവിടെ ഇട്ടിരിക്കുന്ന സമയത്ത് വി ഡോണ്ട് നോ ഹൗ ടു താങ്ക് യു എന്ന് സൈലൻ്റായിട്ട് അവർ പറയായിരുന്നു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു ഇവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ ലോകത്തിനെ അറിയണം, പറയണം ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ. ഒരുപക്ഷെ ആ സ്ത്രീയുടെ അനുഗ്രഹമായിരിക്കും കീർച്ചക്ര എന്നുള്ള സിനിമ ഇത്രയും വലിയൊരു ഹിറ്റാവാനും അത് കഴിഞ്ഞൊരു മേജർ രവി എന്നുള്ളൊരു ഫിലിം ഡയറക്ടർ പബ്ലിക്കിലേക്കുള്ള ഒരു ഫിഗറായിട്ട് മാറാനും ആ സ്ത്രീയുടെ അനുഗ്രഹമായിരിക്കും അത്. ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ഗുരുത്വം, ഗുരുനാഥത്വം, വലിയവരുടെ കാല് തൊട്ടിട്ട് അതെൻ്റെ സംസ്കാരം എന്നെ പഠിപ്പിച്ചിട്ടാണ്. ചില ജാതി മതക്കാർക്ക് അതിൽ വ്യത്യാസം. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ ഒരു മുസ്ലിം ഫ്രണ്ടിൻ്റെ ഉമ്മനെ കണ്ടാലും ശരി ഞാൻ കാലം തൊടും. അവർക്ക് ചിലപ്പോൾ അത് ശീലം ഉണ്ടാവില്ലായിരിക്കും. ഞാൻ പഠിച്ചത് അതാണ്. അപ്പം അതുകൊണ്ട് ആ സ്ത്രീയുടെ അനുഗ്രഹമായിരിക്കാം ഇന്ന് ഞാൻ മേജർ രവി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യപ്പെടാൻ യോഗ്യനായിട്ട് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ആ കീഴ്ചക്രയിൽ കൂടെ ആയിരിക്കാം. ഞാൻ പട്ടാളത്തിൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നിങ്ങൾ അറിയാൻ തുടങ്ങിയത്. അപ്പം അതിൽ പോലും ഞാൻ പല കാര്യങ്ങളും മറന്നിട്ടുള്ള എൻ്റെ ഓൾഡ് ഫ്രണ്ട്സ് കാണുമ്പോൾ അപ്പോൾ യാ സാലേ തുനെ ഓക്കെ അതാണ് തിരക്ക് യാതെ അത് ശരിയാണ് ഓപ്പറേഷൻ ഞാൻ എല്ലാം ഇങ്ങനെ ചെയ്യും പോവും. നമ്മുടെ കർമ്മം ചെയ്യുക പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ കീർത്തി ചക്രയുടെ ഇത് പറഞ്ഞു നമ്മളിപ്പോ ഇതുവരെ കാണുന്നത് സ്ക്രീനിൽ മിഷൻ 90 ഡേയ്സ് രാജീവ് ഗാന്ധി അസാസിനേഷന്റെ ഭാഗമാണ്. അതുപോലെ എന്തെങ്കിലും സാർ ഇങ്ങനെ ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല മൂവി, പക്ഷെ എനിക്ക് മനസ്സിലായി അങ്ങനെ എന്തെങ്കിലും ഒരു ഇല്ല. അങ്ങനെ കുറേ ഉണ്ട്. അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും തീരില്ല. ഇപ്പോൾ റൊമാനിയൻ അംബാസിഡർ റാഡുവിനെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത് കോമഡി ആയിപ്പോയി ലാസ്റ്റിൽ റെസ്ക്യൂ ചെയ്യാൻ പോയപ്പോൾ. റെസ്ക്യൂ ചെയ്തിട്ട് അയാളെ മരത്തിൻ്റെ വീട്ടിലോട് ഇരുത്തിലൂടെ ഇരിക്കുക കളകരുതെന്നും പറഞ്ഞ് കമാൻഡോനെ വെച്ച് അയാൾ രാത്രി അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയി. രാത്രി മുഴുവൻ ഓപ്പറേഷൻ കഴിഞ്ഞ് മറ്റന്മാരെ കൊന്നിട്ട് ഇതെല്ലാം പെറുക്കിയെടുത്തിട്ട് ഇയാളത്തെ നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. ഇയാൾ ജലന്ധർ സ്റ്റേഷനിൽ എവിടെ പോയിട്ട് ട്രെയിനും പിടിച്ചിട്ട് ഈ പൈജാമയും കൊടുത്തിട്ടിട്ട് ഡൽഹിയിൽ വന്നിരിക്കുന്നു. ഞങ്ങൾ ഈ രാത്രി മുഴുവൻ കിടന്ന് തരികയാണ്. അപ്പോൾ അതൊക്കെ കോമഡി ആയിട്ടുണ്ട്. ചിലപ്പോൾ പിറ്റേ ദിവസം കൊണ്ട് ഡൽഹിയിൽ നിന്ന് അങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നത് ഓട്ടോറിക്ഷയും പിടിച്ച് അംബാസിഡർ പോയിരിക്കുന്നു, റൊമാനിയൻ അംബാസിഡർ. അവിടുന്ന് വാച്ച്മാൻ കയറ്റി വിടുന്നില്ല. അപ്പം ആരാണ് കാരണം ഈ ഷേവിങ്ങൊന്നും ചെയ്യാതെങ്കിൽ വന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പലതും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ജീവിതത്തിൽ ചിരിക്കാനും പിന്നീട് ഇരുന്നിട്ട് ഓർക്കാം. പക്ഷെ അന്ന് ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ എന്താണെന്നറിയോ, ഇയാളെ സേവ് ചെയ്തു. പിന്നീട് പോയിട്ട് വഴിയിൽ എവിടെയെങ്കിലും അന്നൊക്കെ മിലിറ്റൻസി പീക്കാണ് പഞ്ചാബിൽ. വഴിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഇന്നാളാന്ന് അയാളെ വെടിവെച്ച് വന്നിരുന്നെങ്കിൽ
അപ്പോൾ അന്നത്തെ അനുഭവിക്കുന്ന ടെൻഷൻ പിന്നീട് ഞങ്ങൾക്ക് കോമഡിക്കും ഇരുന്ന് സംസാരിക്കാനും ചിരിക്കാനും ഇപ്പോഴും ഞാൻ സിഎനെ വിളിക്കും, സർ യാദേ റൊമാനിയൻ റാഡുവാല സാറേ യാദ് പത്തിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ച് കളിച്ച് പോകും. വി ആർ ഓൾ ഇൻ ടച്ച്. ഇപ്പോഴും ഞങ്ങളുടെ കമാൻഡോ യൂണിറ്റ് എൻ്റെ സിഒ കേണൽ ദത്ത എന്ന് പറയുന്ന ജനറൽ ദത്ത, പങ്കജ്, അങ്ങനെ കംപ്ലീറ്റ് ഓഫീസേഴ്സും ഇവരെല്ലാവരുമായിട്ട് ഞങ്ങൾ ഇപ്പോഴും ടച്ചിലുണ്ട്. ആ ഒരു ടുഗദർനെസ് നിങ്ങൾക്ക് ഇവിടെ സിവിലിലും മനസ്സിലാവില്ല എന്താണ്. ബിക്കോസ് വി ഫോട്ട് വിത്ത് അവർ ലൈഫ് ആൻഡ് ഡെത്ത്. സോ അവിടെ ഞങ്ങൾ ആരെ കവർ ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾ ആ കവറിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ ഏതോ ഈ എയർഫോഴ്സുകാരൻ യൂണിഫോമിൻ്റെ കാര്യം പറഞ്ഞത് എൻ്റെ കോൺട്രവേഴ്സി അവിടെ എത്തിയിട്ട് അവർ എന്നെ വിളിക്കുന്നത്, यार हमारा ग्रुप में पूरा एडवोकेट्स है, पूरा हिंदुस्तान में केस डालना इसके अगेंस्ट में വിറ്റാളാണ്. പക്ഷെ ഞാനും എൻ്റെ പേരിൽ കേസിടാൻ പോവാണ് എന്നെ മാനനഷ്ടത്തിന്. കാരണം ഇപ്പോൾ മറ്റേ ആ ഗുണ്ട 1.7 crore കേസ് കൊടുത്തു, അവനെ ഗുണ്ട ഓൾറെഡി പിടിയിട്ട പുള്ളിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ട് കാര്യമില്ല, 8 കേസിൽ ഉണ്ട്. പക്ഷെ ഇവനെ ഞാൻ വെറുതെ വിടില്ല. ബിക്കോസ് ഹി ഹ്യൂമിലിയേറ്റഡ് മീ ആൻഡ് ഹി ഇൻസൾട്ടഡ് ദ ഹോൾ ആർമി. യൂണിഫോം എന്ന് പറയുന്നത് അതിൽ ഏതാണ് യൂണിഫോം, എന്താണ് സ്പിരിറ്റഡ് ട്രാക്ക് സൂട്ട്സ്, ഇതൊന്നും ഇവർക്ക് അറിയില്ലെങ്കിൽ ഇവൻ എന്ത് പട്ടാളത്തിൽ സർവീസ് ചെയ്തെന്നാണ് പറയുന്നത്.